ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡ്ലം ഹെയർ ഗ്രോത്ത് സെറത്തിനെ പരിചയപ്പെടുത്താനാണ്. ഞാനൊരു 1 month ആയിട്ട് ഇപ്പം അടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പം ആ ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ പറയുന്നതാണ്. സോ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ ഫുൾ വീഡിയോ കാണുക. അപ്പം വീഡിയോയിലേക്ക് പോവാം. പണ്ട് എനിക്ക് ഒരുപാട് ഈ ഹെയർ ഫോളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. തൊട്ടാ മുടിയങ്ങ് പോരും എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ ഈ കണ്ടില്ലേ, നെറ്റിയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കയറിയിട്ടാണ്. സോ എനിക്ക് ഇവിടെയൊക്കെ മുടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണെങ്കിലും മുടി ഒന്ന് തൊട്ടാൽ അപ്പം ഇങ്ങ് പോരും എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഭയങ്കരമായിട്ട് ഹെയർ ഫോളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. സോ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ട്രൈ ചെയ്യുന്തോറും ഉള്ള മുടിയും കൂടെ പോകുക എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇങ്ങനെ ഒരുപാട് റിവ്യൂസ് ഒക്കെ നോക്കിയാണ് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പിൽഗ്രിമിന്റെ നല്ലൊരു കിഡ്ലം സാധനം ഞാൻ കണ്ടത്. ആൻഡ് ഗൈസ്, ഇതാണ് കേട്ടോ സാധനം. നോക്കിക്കേ, ഇതാണ് സാധനം. അപ്പൊ ഈ ഒരു സാധനം ഞാൻ ഇപ്പം 1 month ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കതിന്റെ വ്യത്യാസം കാണുന്നുണ്ട് എന്തായാലും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിൽഗ്രിമിന്റെ നല്ലൊരു കിഡ്ലൻ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സെറം. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സത്യം പറയാലോ ഗൈസ്, ഈ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ ഓരോ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്തോറും എൻ്റെ മുടി ഒരുപാട് ഡാമേജ് ആവുകയാണ് ചെയ്തത്. സ്പ്ലിറ്റ് എൻഡ്സ് ആയിക്കോട്ടെ, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ മുടിക്കുണ്ടായിരുന്നു. ഹെയർ ഫോൾ ആയിരുന്നു മെയിൻ പ്രോബ്ലം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഓരോ ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു, ഓരോ സെറത്തിനെ പറ്റിയിട്ട്. അപ്പം അങ്ങനെയാണ് റിവ്യൂസിൽ ഈ ഒരു സെറം ഞാൻ കണ്ടത്. ഇത് പിൽഗ്രിമിന്റെ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സെറം വിത്ത് 3% റെഡൻസിലും 4% അനഗെയിൻ വിത്ത് കൊറിയൻ ബ്ലാക്ക് റൈസ് ആണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിന്റെ റിവ്യൂ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നല്ല റിവ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഒരു 1 month ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. എന്തായാലും ഒരു 2 months കൂടെ ഞാനിത് കറക്റ്റ് യൂസ് ചെയ്തിട്ട് 2 monthsനുള്ളിലുള്ള എൻ്റെ ഹെയറിന്റെ ഡിഫറൻസ് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ് ഗൈസ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബാക്കിയുള്ള സെറം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അന്ന് രാത്രി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മൾ എന്തായാലും ഹെയർ ഷാമ്പു ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഡെയിലി ഷാമ്പു യൂസ് ചെയ്യേണ്ടി വരുമായിരുന്നു. അതും നമ്മുടെ മുടിക്ക് നല്ലതല്ല, നമ്മുടെ മുടി കൂടുതൽ ഡാമേജ് ചെയ്യാണ് ചെയ്യുക. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഷാമ്പു ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഡെയിലി നൈറ്റ് യൂസ് ചെയ്താൽ തന്നെ നമ്മൾ എപ്പോഴാണ് ഷാമ്പു യൂസ് ചെയ്യുന്നത്, ഓൾറെഡി നമ്മൾ എപ്പോഴാണ് ഷാമ്പു യൂസ് ചെയ്യുന്നത് ആ ഒരു ടൈം മാത്രം നമ്മൾ ഷാമ്പു യൂസ് ചെയ്താൽ മതി. ഡെയിലി ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ അതും നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദിസ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് ഹെയർ ഗ്രോത്ത് സെറം. വിത്തിൻ 14 days തന്നെ നമുക്ക് ഇതിന്റെ നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഹെയർ ഫോൾ 14 days കൊണ്ട് തന്നെ നല്ലൊരു റെഡ്യൂസ് ഉണ്ടാവും ഹെയർ ഫോളിന്. മാത്രമല്ല 28 days കൊണ്ട് തന്നെ നല്ല ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങും. എനിക്കിതാ ബേബി ഹെയർസ് ഒക്കെ ഇവിടെയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. ഇവിടെയൊക്കെ ഹെയർ വന്നാൽ തന്നെ നെറ്റ് ഒന്ന് കവറായി പോവും. സോ അങ്ങനെയുള്ള ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങുന്നുണ്ട്. എന്തൊരു കാര്യത്തിനും കൺസിസ്റ്റൻസി ആണ് മെയിൻ കീ. ഓക്കെ, സോ നമ്മൾ എന്ത് കാര്യത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും അതിനതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമ്മൾ കൊടുക്കണം. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം തേച്ചു, തലയിൽ പിടിപ്പിച്ചു, നാളത്തേക്ക് മുടി വളരും എന്ന് വെച്ചാൽ നടക്കില്ല. സോ ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെയും നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു 1 month നിങ്ങൾ എന്തായാലും ഒരു ഡേ പോലും വിടാതെ യൂസ് ചെയ്ത് നോക്കൂ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എല്ലാവരും മാക്സിമം ഡെയിലി തന്നെ ഇത് യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മാറ്റം, ഹെയർ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. എന്തായാലും ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ സെറം യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഡെയിലി നൈറ്റ് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് നല്ലപോലെ തലയിൽ പിടിപ്പിച്ച് നല്ലപോലെ മസാജ് ചെയ്യുക. ഞാൻ ഡെയിലി അങ്ങനെയാണ് ചെയ്യാറ്. ഇതൊട്ടും സ്റ്റിക്കിയുമല്ല ഗ്രീസിയുമല്ല. നമുക്ക് നെക്സ്റ്റ് ഷാമ്പു ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇത് കാണിച്ചു തരാം. ഗൈസ് നോക്കൂ, ഇത് ഒട്ടും ഗ്രീസി അല്ല. ഗൈസ് ഇതിന്റെ ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. കണ്ട ഗൈസ്, വാവ്, വാട്ടർ ലൈക്ക് ടെക്സ്ചർ ആണ്. സോ ഇത് വാട്ടർ ലൈക്ക് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൽ പെട്ടെന്ന് തന്നെ
ക്യാച്ച് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും. ഈ ഒരു സെറം പെട്ടെന്ന് തന്നെ ഹെയറിൽ അബ്സോർവ് ആവും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും റിവ്യൂസും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. കൂടുതൽ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ മറക്കണ്ട, എന്താണ് പിൽഗ്രിമിന്റെ ഹെയർ ഗ്രോത്ത് സെറം. സോ ഓക്കെ, ബൈ.